മുഖ്യമന്ത്രി മന്ത്രിമാരും പങ്കെടുക്കുന്ന നവകേരള സദസ്സിന്റെ സമാപന ദിവസത്തിൽ ഇന്ന് തലസ്ഥാനത്ത് ഒരുക്കങ്ങളൊക്കെ പുരോഗമിക്കുകയാണ്. കനത്ത സുരക്ഷയാണ് ഇപ്പോൾ തലസ്ഥാന നഗരത്തിൽ ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ കടകമ്പോളങ്ങളൊക്കെ അടച്ചിരിക്കുന്നു. വാഹന ഗതാഗത നിയന്ത്രണമൊക്കെ ഏർപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ് പോലീസ്. അത്തരത്തിൽ വൻ സുരക്ഷയും ഒരുക്കങ്ങളുമൊക്കെയായി നവകേരള സദസ്സിന്റെ സമാപന സമ്മേളനം നടക്കുന്ന വട്ടിയൂർക്കാവ് പോളിടെക്നിക് ഗ്രൌണ്ടിൽ പുരോഗമിക്കുകയാണ്. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളുടെ നവകേരള സദസ്സ് ഒരുമിച്ചായിരിക്കും വൈകിട്ട് 6 മണിയോടെ നടക്കുക. കോവളം, നേമം, കഴക്കൂട്ടം, തിരുവനന്തപുരം, വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളിലാണ് നവകേരള സദസ്സ് നടക്കുക. വിജ്ഞാനാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയിൽ എന്ന നിലയിൽ കേരളത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നതിനുള്ള ജനകീയ സംവാദം ലക്ഷ്യമിട്ടായിരുന്നു നവകേരള സദസ്സുകൾ നടക്കുന്നത്. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് രാഷ്ട്രീയ കാര്യങ്ങൾ ജനങ്ങളുമായി സംവദിക്കുക എന്നതാണ് ഇതിന് ലക്ഷ്യം. സംസ്ഥാന മന്ത്രിസഭ മുഴുവൻ 140 നിയമസഭാ മണ്ഡലങ്ങളിലും യാത്ര ചെയ്യാൻ തീരുമാനിച്ചത് കേരള രൂപീകരണത്തിന് ശേഷം ഇത് ആദ്യമായിട്ടായിരുന്നു. ലോകത്തിൽ തന്നെ സമാന സംഭവമില്ലെന്ന് തന്നെയാണ് സർക്കാർ അവകാശപ്പെടുന്നത്. നവംബർ 18-ന് കാസർഗോഡ് മഞ്ചേശ്വരത്ത് നിന്ന് തുടങ്ങി ഇന്ന് വൈകിട്ട് വട്ടിയൂർക്കാവിലാണ് നവകേരള സദസ്സിന്റെ യാത്ര അവസാനിക്കുന്നത്. ജനങ്ങൾക്കുള്ള പരാതികൾ, നിർദ്ദേശങ്ങൾ എന്നിവ നേരിട്ട് കേൾക്കുക എന്ന സർക്കാർ പരിപാടിയോട് വൻ പ്രതികരണമുണ്ടായെന്നാണ് സർക്കാർ പറയുന്നത്. നിരവധി കോടതി ഇടപെടലടക്കം മാധ്യമങ്ങൾ ഉയർത്തിയ വലിയ വിമർശനങ്ങൾ വരെ ജനപങ്കാളിത്തം ഉയർത്തുന്നതിന് ആയുധമാക്കി മാറ്റാൻ സംഘാടകർക്ക് കഴിഞ്ഞുവെന്നാണ് വിലയിരുത്തുന്നത്. ഇതിനിടെ നവകേരള ബസ് കാണാൻ മാത്രമായിട്ടെത്തുന്ന ജനങ്ങളുമുണ്ട്. നവകേരള ബസ് കാണാൻ തന്നെ വൻ ജനാവലി തന്നെ വഴിയോരങ്ങളിലും സ്വീകരണ കേന്ദ്രങ്ങളിലുമൊക്കെ ഒഴുകിയെത്തുന്നതായിട്ടാണ് വിവരങ്ങൾ. സർക്കാർ ചെലവിൽ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇടതുമുന്നണിക്ക് ഏറെ മുന്നിൽ സഞ്ചരിക്കാൻ നവകേരള സദസ്സിലൂടെ സാധിക്കുമെന്നാണ് വിവരങ്ങൾ. നവകേരള പരിപാടിയുടെ സംഘാടനത്തിൽ അതുല്യമായ മാതൃകയാണ് ഉണ്ടായിരിക്കുന്നത്. പരിപാടിയുടെ പ്രചാരണം, ധനസമാഹരണം, വേദികൾ, പ്രസംഗം, പ്രഭാതയോഗം, വാർത്താ സമ്മേളനം, യാത്ര, താമസം തുടങ്ങി സൂക്ഷ്മമായ ഓരോ കാര്യത്തിലും കൃത്യമായ ആസൂത്രണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. 10,000 ഒഴുകിയെത്തുമ്പോൾ പരിപാടിയുടെ നടത്തിപ്പിൽ ഒരു താളപ്പിഴയും ഇതുവരെ സംഭവിച്ചിട്ടില്ല. 140 മണ്ഡലങ്ങളിൽ നിന്ന് ലഭിച്ച പരാതികളിൽ നടപടികൾ എന്തായിരിക്കുമെന്നത് വരും നാളുകളിൽ രാഷ്ട്രീയ ചർച്ചയായി തന്നെ മാറും. പരാതി നൽകിയവർക്ക് അതിലെ നടപടികൾ സംബന്ധിച്ച സന്ദേശങ്ങളൊക്കെ ലഭിച്ചു വരുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പൂജപ്പുര ഗ്രൌണ്ടിലാണ് നേമം മണ്ഡലത്തിലെ നവകേരള സദസ്സ് നടക്കുക. 4:30 കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ കഴക്കൂട്ടം മണ്ഡലത്തിലെയും വൈകിട്ട് 6 മണിക്ക് നെട്ടയം, വട്ടിയൂർക്കാവ് സെൻട്രൽ പോളിടെക്നിക് കോളേജ് ഗ്രൌണ്ടിൽ വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളിലെ നവകേരള സദസ്സ് നടക്കും. സർക്കാരിന്റെ ഇടപെടൽ ആവശ്യമുള്ള വിഷയങ്ങളിൽ പൊതുജനങ്ങൾക്ക് നിവേദനങ്ങൾ നൽകുന്നതിന് നവകേരള സദസ്സിന്റെ വേദിക്ക് സമീപം കൌണ്ടറുകൾ ഉണ്ടാകും. ഭിന്നശേഷിക്കാർ, സ്ത്രീകൾ, വയോജനങ്ങൾ എന്നിവർക്കായി പ്രത്യേക കൌണ്ടറുകളായിരിക്കും സ്ഥാപിക്കുന്നത്. നവംബർ 18-നാണ് മന്ത്രിസഭ ഒന്നാകെ ഒറ്റ ബസ്സിൽ യാത്ര ചെയ്ത് സംസ്ഥാന പര്യടനത്തിന് തന്നെ തുടക്കമിട്ടത്. CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ മരണത്തെ തുടർന്ന് എറണാകുളത്തെ 4 മണ്ഡലങ്ങളിലെ സദസ്സ് മാറ്റിവെച്ചിരുന്നു. ജനുവരി 1-ന് തൃക്കാക്കര, പിറവം മണ്ഡലങ്ങളിലും 2-ന് തൃപ്പൂണിത്തറ, കുന്നത്തുനാട് മണ്ഡലങ്ങളിലുമായിരുന്നു സദസ്സൊക്കെ നടന്നത്. സമാപന ദിവസം 5 മണ്ഡലങ്ങളിലാണ് ഇപ്പോൾ സദസ്സുള്ളത്. കോവളത്തെ സദസ്സ് കഴിഞ്ഞിരിക്കുന്നു. ഇനിയുള്ളത് പൂജപ്പുരയാണ്. പൂജപ്പുര കഴിഞ്ഞാൽ കാര്യവട്ടത്തെത്തും. കാര്യവട്ടത്തു നിന്നായിരിക്കും തിരുവനന്തപുരം, വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളിലെ സന്ദർശനത്തോടെ ജില്ലയിലെ നവകേരള സദസ്സ് പൂർത്തിയാവുക. 6 മണിക്കായിരിക്കും വട്ടിയൂർക്കാവ് സെൻട്രൽ പോളിടെക്നിക്കിൽ ഇരു മണ്ഡലങ്ങളുടെയും സംയുക്ത സദസ്സ്. ഇതോടുകൂടെ തന്നെ നവകേരള സദസ്സിന്റെ പരിസമാപ്തിയായിരിക്കും വരുന്നത്. തിരുവനന്തപുരത്ത് ഇന്ന് സമാപന സമ്മേളനമായതുകൊണ്ട് തന്നെ വലിയ രീതിയിലാണ് സുരക്ഷയൊക്കെ തന്നെ ഒരുക്കിയിരിക്കുന്നത്. അതേസമയം ഇന്നും തലസ്ഥാനത്ത് പ്രതിപക്ഷ പ്രതിഷേധങ്ങൾ ഉണ്ടായേക്കുമെന്ന സൂചനകൾ പുറത്തുവരുമ്പോൾ യുവമോർച്ച പ്രവർത്തകർ സെക്രട്ടേറിയറ്റിൽ മാർച്ചടക്കം ആഹ്വാനം ചെയ്തിരുന്നു. പ്രതിഷേധങ്ങൾ കണക്കിലെടുത്ത് തന്നെയാണ് തിരുവനന്തപുരം നഗരത്തിൽ ഇപ്പോൾ കനത്ത സുരക്ഷ പോലീസ് ഒരുക്കിയിരിക്കുന്നുവെന്ന വിവരങ്ങൾ തന്നെയാണ് നമുക്കിപ്പോൾ ഈ മണിക്കൂറിൽ പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.